നാളെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എവിടെ പോകണം അറിയോ? ടൂറ് പോകണം. ടൂർ എവിടേക്കാ അറിയോ? ഞങ്ങൾ മൈസൂർക്ക്. ആ മൈസൂർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബിരിയാണി തയ്യാറാക്കണ്ട. ബിരിയാണി തയ്യാറാക്കേണ്ടത് ഇപ്പോൾ രാത്രി 10 മണിക്ക് തയ്യാറാക്കുന്നുണ്ട്. നാളെ 11:30 മണിക്കാണ്, 12 മണിക്ക് നമ്മൾ പൊട്ടിക്കോളും. അപ്പം മസാലയൊക്കെ റെഡിയായി സെറ്റ് ആയിക്കണ്ട. ഫുള്ള് ചോറ് സെറ്റ് ആയിക്കാം. അങ്ങനെ നമ്മൾ ചിരട്ടിട്ട് കത്തിക്കണം കേട്ടോ. ഈ എയർ പൊട്ടിക്കഴിഞ്ഞാൽ 2 കുട്ടനാണെങ്കിൽ 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇങ്ങനെ കിടക്കണം. ലഗോണാണെങ്കിൽ ഇങ്ങനെ കിടക്കണം. ബ്രോയിലർ ആണെങ്കിൽ ഒരു 1.5 മണിക്കൂർ കിടത്താൻ പറ്റാം. അപ്പോൾ 12 മണിയായി. ഇനി നമ്മൾ നാളെ 12 മണിക്ക് പൊട്ടിക്കുമ്പോൾ രംഗം ഞാൻ നിങ്ങൾക്കത് കാണിച്ചിട്ട് മക്കളെ. അടുത്ത് ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ നിൽക്കട്ടോ. ചിക്കൻ കറിക്ക് മുള്ളിയിട്ട് മുളകിട്ട് വാടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ചിക്കൻ മുളകിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഏകദേശം ആയിട്ട് കോയത ഇളക്കിക്കൊണ്ടിരിക്കണം. രാവിലത്തെ കറികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണേ. അങ്ങനെ കാറിലേക്ക് ബിരിയാണി, രാവിലത്തെ കറി, കച്ചമ്പറ്, അതിക്കുള്ള പച്ചക്കറി ഐറ്റംസ് ഉണ്ട്. മുന്നിൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോവാണ്. അവിടെ അമ്മയും ടീമൊക്കെ അവിടെ പൂക്കാറുമ്പോൾ കാത്തിക്കുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ബിരിയാണി പച്ചക്കറിയൊക്കെ വണ്ടി കയറ്റി നമ്മളെ വണ്ടിയുടെ കാറ് തവിടെ നിൽക്കണം. നമ്മളെ പോലെ ബസ് പൂക്കി പറമ്പ് എത്തിക്കട്ടാ. പോവാൻ നിൽക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തിക്കണ്ട. നമ്മളെ ടൂറുണ്ടാക്കിയ ആള് ഉനൈസിൻ്റെ മോളും അമ്മോൻ്റെ മോനാട്ടാ. ചർച്ചയിലാണ്. മഴ പെയ്യുന്നുണ്ട്. ആകാശത്തോട് പറയാണ് മഴ എപ്പോഴും നിൽക്കുന്നു. അങ്ങനെ കാക്കത മുട്ടത്തലയെ വെച്ച് ചിക്കൻ കറി. അങ്ങനത്തെ ടൂറുണ്ടാക്കിയ ആള് വരുന്നത് നേതാവ്. 2 മണിക്ക് ഉറങ്ങിയ ആൾ ഇപ്പം നീക്കണുള്ളൂ. ഇത് അമ്മോകാക്കാൻ്റെ നേതൃത്വത്തിൽ ടൂറിട്ടാണ്. ഇവിടെ നേർച്ചയ്ക്ക് വരിക്കണായിരിക്കും പൊറോട്ടക്ക് വരിക്കണേ. പാവപ്പെട്ട ഒരു പണക്കാരൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗമാണ് മക്കളിങ്ങൾ കാണുന്നത്. ഇതാരും കണ്ടില്ല നടിക്കുന്നുണ്ടാ. ഭക്ഷണം കഴിച്ച് പ്രാതൽ ഭക്ഷണം കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ ബസ് കയറണേ. മൈസൂർ ടിപ്പു സുൽത്താൻ പാലസിലെത്തിക്കുന്നു. അങ്ങനെ പാലസിൽ കുറേ ആൾക്കാർ വണ്ടി ഇറങ്ങിക്കണ്. കുറേ ആൾക്കാർ വണ്ടി നിന്ന് ഇറങ്ങണ്. ഇത് അമീറിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പാലസിൽ കയറുന്നത്. ടിക്കറ്റ് കിട്ടുക? എത്ര ടിക്കറ്റ് എത്രടാ? 100 രൂപ. പോയി മേടുത്തോണ്ട്. അങ്ങനെ മൈസൂർ പാലസിലെത്തിക്കുന്നുണ്ട്. നമ്മൾ മൈസൂർ പാലസിലെത്തിയത് ഒന്നും പറയാനായിട്ടോ മ്യൂസിയം. അങ്ങനെ ഇവിടെ മ്യൂസിയത്തിലേക്ക് ഉള്ളിൽ കിടക്കുമ്പോഴേ ചെരുപ്പ് ഊരി വെക്കണം. അതിൻ്റെ കവറൊക്കെ തപ്പിക്കാണ്ട് ഉനൈസാണ്ട് പോയിന്. ഞാൻ മൈസൂർ മ്യൂസിയത്തിൽ എൻ്റെ 4ാമത്തെ പ്രാവശ്യമാണ്. പുസ്തകങ്ങൾ എത്രാമത്തെ പ്രാവശ്യം? 2ാമത്തെ പ്രാവശ്യം. ഒന്നും പറയല്ലേ ഡോക്ടറെ. അങ്ങനെ നമ്മൾ പാലസിൽ നിന്ന് പോയി അടുത്തത് കുഞ്ഞാനക്ക് വിശന്ന് കുടല് കരിയുന്നു ബിരിയാണി. നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ബിരിയാണി കേട്ടോ. അങ്ങനെ ചോറിൻ്റെ അവസാന ഭാഗം ഉനൈസ്, അമീർ, കാക്ക, ഞാൻ ചെമ്പിൽ ഇങ്ങനെ എടുക്കുക. സൽപ്പ് അവസാനം കേൾക്കുന്ന ആളാരാണ്? എൻ്റെ മോൻ്റെ മോൻ പാവൻ. കുറച്ചും ദീർഘായുസ് എടുക്കട്ടെ. എത്ര നേരം ചങ്ങായി കൂട്ടടങ്ങിട്ട് ആവോ. ബെൽറ്റ് വാങ്ങിക്കണ്ട്. 150 രൂപ ബെൽറ്റ്. ബെൽറ്റല്ലേ നോക്കട്ടെ? അല്ല നോക്കട്ടെ, പറയാൻ പറ്റില്ല. നിങ്ങൾ മാണി രാത്രി മീൻ ബിരിയാണി ഫ്രഷാണ്. ഞങ്ങള് ചായ ഉണ്ടാക്കാണ്. പക്ഷെ മഴ ഉണ്ടല്ലടാ, മയക്കുള്ള ചായ ഞങ്ങൾ ഉണ്ടാക്കണ്ടേ. ഞങ്ങൾ ചായയാണോ? അങ്ങനെ ഞങ്ങൾ കട്ടൻ ചായ ഉണ്ടാക്കിട്ടാ. നല്ല അടിപൊളി കട്ടനാണ്. സ്പെഷ്യൽ കട്ടൻ. കാക്ക നോക്കുന്നോ? കാക്കോട് റെഡി. ഒന്നായിട്ട് കുഴക്കോ?
മീൻ ചാടി പോയിരുന്നിട്ടാ മറ്റേ കവറുമാണ്ട് വെക്കാം. ഉനീസ് ഒന്ന് ചിരിച്ചാണ്. അപ്പൊ അങ്ങനെ റോട്ടുമെന്ന് നമ്മൾ അമ്മോങ്ങാക്ക പിടിച്ച മീനെ നമ്മൾ നേരത്തെ മസാല വെച്ചതാ അമ്മോങ്ങാക്ക അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴിത് പൊരിച്ചുണ്ടാക്കണ്ട. ഇനി ചോറ് വെച്ച് കിടന്നുറങ്ങണേ 1 മണിയാവും. മീൻ ബിരിയാണിയാണ്. നോക്കട്ടെ. അങ്ങനെ രാവിലെ തന്നെ കുഞ്ഞാതെ കുട്ടീനായിട്ട് വാമ്പ് ചെയ്യണേ. വയറൊക്കെ നല്ല കൂടിക്കണ തോന്നുന്നു. വാമ്പ് ചെയ്തിട്ടാ തോന്നുന്നു. അങ്ങനെ ഞാൻ രാവിലെ നീച്ചപ്പോൾ തന്നെ ഉപ്പുമാവുള്ളാക്കുള്ള റെഡിയിലാണ് തോന്നുന്നു. കാക്കിയും ടീം ഇതാ അളിയത് അവിടെ അങ്ങനെ നിൽക്കണ്. ഇതാ കുഞ്ഞാൻ്റെ മോൻ ഇതാ വാമ്പ് ചെയ്ത് നിൽക്കണ്ട. ഇതാ വീട്ടുപളിയൻ അങ്ങനെ അവസാനത്തെ ലാപ്പ് കുഞ്ഞാക്കൾക്കാണ്. ഇടക്കല്ല ഉസ്താദും രാജാവുമായ കുഞ്ഞാക്ക ഒരു നിലക്കും പൊട്ടരുത്തിട്ട് കുഞ്ഞാക്ക. അങ്ങനെ ഉച്ചക്കുള്ള മന്തി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് അമീറുണ്ട്, അമീറേനാണ്. ഇതാ കുഞ്ഞാന് വെറുതെ എത്താൻ പറഞ്ഞു. ഉനീസാ നിൽക്കാൻ തോന്നിയതാ. നമ്മളെ ബസ്സിലെ ഡ്രൈവറും ഇതാ പേര് അസ്ലമു റാഫി ഇരിങ്ങാവൂരിലട്ടാ ചെറവന്നൂരിലാണ്. ഇതാ ബസ് ഏൽപ്പിച്ച നമ്മളെ മോനോൻ. പഴയ കാലം എത്രയോ വർഷമുള്ള ചർച്ച ഇട്ടത് നമ്മളെ എൻ്റെ അഭിപ്രായത്തില് ബാംഗ്ലൂരിലെ ഏറ്റവും വലിയ ചർച്ച. ആണ്ടാ ഇന്നലെ ഞങ്ങൾ കൂട്ടം തെറ്റിയെന്നാ പറയണ്ടേ. ക്യാപ്റ്റനെ ഇപ്പൊ കൊടുത്തങ്ങനെ കുഞ്ഞാനാണ് ഇപ്പൊ ക്യാപ്റ്റനെ നിയന്ത്രിക്കേണ്ടത്. മഴ ഉണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യും. അപ്പൊ 3 മണിക്കൂർ ഇതിൽ ഇങ്ങനെ കറങ്ങി നിൽക്കുക. അതിന്റെ മന്തി നമ്മളെ മുകളിലെ കുറെ ആൾക്കാരുണ്ടാവും അതിൻ്റെ ഉള്ളില്. പക്ഷെ നമ്മളാ വിചാരിച്ചാൽ അതിന് കജ്ജി കാലൊന്നും ഇടണ്ട. അങ്ങനെ മൃഗശാലയ്ക്ക് നമ്മൾ കയറിക്കണ്ട. പല ഐറ്റം മൃഗങ്ങൾ, 1-2 മൃഗങ്ങളല്ല, കൂരാറ്റം മുതൽ തേൻകീച്ച വരെ ഉണ്ട്. അങ്ങനെ മൈസൂരിലെ അവസാനമായ ഞങ്ങളിതാ കുരങ്ങനെ ഇരിക്കുന്നു, കരടി ഇരിക്കുന്നു, പുള്ളിമാൻ എൻ്റെ അടുത്തിരിക്കുന്നത്. ഇതാ കാട്ടുപന്നി ഒരൊക്കെ ഇതിന് പെട്ടേട്ടാ. ഇതൊക്കെ ഇതിൻ്റെ സത്യമാണ്. ഇതാ മാനാണ് ഇത് ഇരിക്കണേട്ടാ. മൃഗശാലയിൽ നിന്ന് ലാസ്റ്റ് എൻ്റെ കേട്ടാ. ഇനി സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുത്തോട്ട് പോകും. നല്ല മഴ കേട്ടോ, നല്ല മഴയാണ്. ഇതാ ഓരോരുത്തരായിട്ട് നമ്മൾ ബസ്സിൽ കയറാൻ തുടങ്ങിയിട്ടാ. ഇതാ ഞങ്ങൾ അവസാനമായി ബസ്സിൽ കയറാൻ നിൽക്കുന്നത്. ഞങ്ങൾ ഫുഡിലേക്കുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ മന്തിയിലേക്ക് കിടക്കാണ്. ഉനീസ് മന്തി പഠിക്കോ? എന്താ കരിഞ്ഞ ഉനീസ്? കരിഞ്ഞ ചാൻസ് ഉണ്ടല്ലോ ഉനീസ്? ഇല്ല, അല്ല അടിപൊളിയായിട്ടുള്ള മന്തി ആട്ടാ. ഒന്നും പറയില്ല കുഞ്ഞാക്ക, കിളി പറഞ്ഞ മന്തി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാ കണ്ടാ ഫുള്ളായി. ഇനി ബസ് കയറാണ്. അടുത്ത യാത്ര നാട്ടിലേക്ക് തിരിക്കുന്നു. ഇത് അമീർ മുന്നിൽ തന്നെ ഇരിക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് ഇവിടെ. അപ്പൊ ഞങ്ങള് വൈകുന്നേരത്തെ കട്ടൻ ചായ ഉണ്ടാക്കാൻ പോകണം. കൂളിംഗ് ഗ്ലാസ് വെച്ച് കണ്ടാ ഗ്ലാസ് ഇരിക്കുള്ളതാണ്. കത്തിക്കടാ, വെക്കടാ, അടുപ്പ് വെച്ച് പാത്രം വെക്ക, വെള്ളം വയ്ക്കടാ. ഇങ്ങനെ ചായ ഉണ്ടാക്കൽ എങ്ങനെ പഠിപ്പിക്കാണ്. ഫുൾ വയ്ക്കുക, എത്ര വയ്ക്കുക, ഫുൾ വയ്ച്ചോ. ചായക്ക് വെള്ളം വെച്ചിട്ട് ചായക്കതാ കാറ്റ് വന്നിട്ട് മൂടി വെച്ച് തകർത്ത് നിർത്തിയാണ്. അമീർ നമ്മളെ ഹെൽപ്പറാണ്. ഞങ്ങൾ ബുധനാഴ്ച ചൊവ്വാഴ്ച രാത്രി മുതൽ ഇന്നിപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം ഇന്നും രാത്രി ബിരിയാണി വെക്കാനുള്ള ഹെൽപ്പറാണ്. ചായ ഉണ്ടാക്കി, കഞ്ഞി ഉണ്ടാക്കി, റവ ഉണ്ടാക്കി, എല്ലാം എൻ്റെ ഒരു കൈയായിട്ട് പ്രവർത്തിച്ചു. ഒരു 5-6 ഏലക്കായ ഇങ്ങനെ എടുക്കാം. ഞങ്ങൾ ടൂറിൻ്റെ ക്യാപ്റ്റൻ ഫുള്ള് ചാർജാണ്. പക്ഷെ വേറെ വിഷയമുണ്ട്. 2500 രൂപ ഒരാൾക്ക് തന്നെ ടൂർ വന്നപ്പോൾ ഇപ്പം 3500 രൂപ അയക്കണേ. എന്താ സംഭവം മുട്ടാനില്ല. ഇഞ്ചി ഇട്ടിട്ട് കാക്ക ഇഞ്ചി ഇട്ട് വെള്ളം തളിച്ചു ചായപ്പൊടി ഇടാം. ഒരു 1.25 പിടിയാണ് ഇടാം. 1.25 പിടിയാൻ മതി. പഞ്ചസാര ഇടുന്നു, കാക്ക ഇളക്കുന്നു, ഞാൻ പഞ്ചസാര ഇടുന്നു, കാക്ക ഇളക്കുന്നു, ഞാൻ പഞ്ചസാര ഇടുന്നു. അങ്ങനെ ചായ ഓരോരുത്തർക്കായിട്ട് കുഞ്ഞാന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. പുള്ളി ഇഞ്ചി ആയിട്ടല്ല കുഞ്ഞാനെ. ഈ ചായന്റെ പേര് ഓലച്ചായാണ്. ഓലച്ചായ. ഓലന്റെ വെള്ളമായിട്ട് ഉണ്ടാക്കിയ ചായ ഇട്ടാ. അത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ നമ്മൾ കാണിച്ചു തന്നെ. അങ്ങനെ നമ്മൾ അവസാനമായിട്ട് ടൂറിൻ്റെ അവസാനമായിട്ടുള്ള ഫുഡിൻ്റെ പരിപാടി നെയ്ച്ചോറിട്ടാ. നമ്മളെ നാട്ടിലെ കുറ്റിപ്പാലൊക്കെയുള്ള
ഒരാളെ ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇത് ഗൂഡല്ലൂർ. ഇത് എവിടെയാണ്? ഗൂഡല്ലൂർ കേട്ടാ. ഇവിടെ സൗകര്യം തന്നെ ഭയങ്കര അങ്ങനെ ബിരിയാണി വെക്കണ്ട എല്ലാവരും തട്ടിക്കൂട്ടി. കുഞ്ഞോളെ ബിരിയാണി പാടേ, ബിരിയാണി പാടേ. ബിരിയാണി അടിപൊളിയായിരുന്നു. സൂപ്പർ ബിരിയാണി. കുഞ്ഞാ ബിരിയാണി വെച്ചില്ലല്ല? കഴിക്കോ ഇമേലത്തെ ബിരിയാണി താടെ, ബിരിയാണി താടെ, ബിരിയാണി താടെ. കാക്ക നമ്മളുണ്ടാക്കിയ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കിയ. അപ്പൊ ഞങ്ങള് ടൂറിന്റെ അവസാനം കൂടല്ലൂരട്ടാ. ഏകദേശം 10:30 മണിക്ക് കൂടല്ലൂരെത്തിയത്. നമ്മൾക്ക് മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് രാത്രിക്കുള്ള ഭക്ഷണം ബിരിയാണി വെക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല. പക്ഷെ നമ്മൾ ഡ്രൈവറെ ഏൽപ്പിച്ച് തന്ന ഒരു കട ഉണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മളെ നാട്ടുകാരനാണ്, നമ്മൾ അറിയുന്ന ആളാണ്, നമ്മൾ വീഡിയോ കാണുന്ന ആളാണ്. ജംഷറാക്കാൻ്റെ കട കേട്ടാ. കണ്ടാ ഞങ്ങൾ എല്ലാ സൗകര്യം ഇവിടെ നിൽക്കുന്നത്. അത് ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ഇതാ. ഒരു കടൻ്റെ ഉള്ളിലാണ് നമുക്ക് ഭക്ഷണം വെക്കാനുള്ള സൗകര്യം തന്നെ കിട്ടാം. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ആളുകൾ എല്ലാവരും ചെയ്യൊന്നുമില്ല. ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ നിൽക്കാൻ നമ്മൾ ബിരിയാണി വെക്കാനുള്ള ചെമ്പക്കാളും കത്തിച്ചാലുള്ള സൗകര്യം പക്ഷേ ഈ മനസ്സ് നമ്മൾ കാണാതെ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് മൂപ്പരാളെ പറ്റി നമ്മൾ പരിചയപ്പെടുന്നത്. ജംഷറാക്ക് ഇട്ടത്. ജംഷറാക്ക് നമ്മുടെ സ്ഥലം, ജംഷറാക്കിൻ്റെ സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെയാണ്, കുറ്റിപ്പാലേട്ടാ. മൂപ്പരാളെ ഏർപ്പാടാണ്, ബിസിനസ്സാണ്. വാ കാണിച്ചു. എന്നപ്പോൾ നമ്മൾ മനസ്സ് സന്തോഷമായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടുന്നാണ് നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്തെങ്കിലും ബേക്കറി ഐറ്റംസ്. ഇവിടുത്തെ പ്രത്യേകത എന്താ നിങ്ങളെ സ്പെഷ്യല്? ഊട്ടി വർക്ക് ഉസ്മാനിയ ബിസ്ക്കറ്റ് സംഭവം. എവിടേക്കൊക്കെ ഇവിടുന്ന് പോകുന്നുണ്ട്? തമിഴ്നാട്, കർണാടക, കേരളം മൊത്തം പോകുന്നുട്ടാ. അതൊന്ന് കാണിച്ചിട്ട് ഓരോരോ ലൈവില് അപ്പം ഉണ്ടാക്കുന്ന സാധനങ്ങൾ കേട്ടാ, സംഭവങ്ങളാ. ഒന്നും പറയാനില്ല. അതാ ഈ സൈഡ് ഉണ്ട്, ഈ സൈഡ് ഉണ്ട്. എത്ര വർഷം തോന്നിയിട്ട്? എത്ര വർഷം തോന്നിയിട്ട്? 5 വർഷം. അപ്പോൾ ബേക്കറിൻ്റെ പണി തുടങ്ങിയിട്ടൊന്നുമല്ല, പണിക്കാരൊക്കെ സ്റ്റാഫുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഡല്ലൂരിന്ന് ഇങ്ങനത്തെ ഒരു കട നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആവശ്യങ്ങൾ ബേക്കറി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്താ പറയുക, ജംഷറാക്കാനെ ബന്ധപ്പെടാം. നമ്മൾ ഈ കടൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഊട്ടിയിൽ നിന്ന് മൈസൂരിൽ വരുമ്പോൾ ഈ കടയിലൊന്ന് സന്ദർശിക്കാൻ നല്ല മനസ്സാട്ടാ. ഒന്നും പറയാനില്ല, നമുക്ക് അത്രയും സൗകര്യം തന്നെ. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് 10-50 ആൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വെക്കാനോ കഴിക്കാനൊക്കെ സൗകര്യം തന്നെ. വളരെ നല്ല മനസ്സ്. ഓക്കെ, നിങ്ങൾ കടൻ്റെ പേര്? ഓൺ ഫ്രഷ്. നമ്മൾ ഈ കട ഇതിൽ മെൻഷൻ ചെയ്യട്ടാ. അപ്പോൾ നമ്മളെ ടൂറ് നാടുകാണി എത്തിക്കണം. ഇനി ടൂറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ്, ഭക്ഷണം കഴിഞ്ഞ്, പിരിവ് കഴിഞ്ഞ്, ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ ടൂർ കഴിഞ്ഞിട്ടാണ്. 2 ദിവസത്തെ മനോഹരമായ യാത്ര. ഈ യാത്ര നമ്മളോടൊപ്പം തോൾ ചേർന്ന 2 വ്യക്തികളുണ്ട്. ഇതാ റാഫി, അസ്ലം. 2 വ്യക്തികളുണ്ട്. എന്നുവെച്ചാൽ ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റില്ല. ഈ ടൂറിൽ നമ്മൾ ചൊവ്വാഴ്ച രാത്രി മുതൽ ഇന്നേ വരെ നമ്മൾ സ്നേഹിതന്മാരെ പോലെ നമുക്ക് എന്താ വേണ്ടി വെച്ചാൽ വെള്ളത്തിനും ഭക്ഷണത്തിനും എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ ഏതൊക്കെ മാർഗത്തിൽ എല്ലാവിധ സഹകരണം നമ്മൾ സഹകരിച്ചാണ് റാഫി ടീം. ഇപ്പോൾ നമ്മൾ ബസ്സിൻ്റെ പേരും ബസ്സും സെഞ്ചുറിയാണ്, 100ആണ്. നല്ല റായത്തിൽ നല്ല വൈബിൽ പോവാം. അതിന് പറ്റിയ നല്ല ഡ്രൈവർമാരായിട്ടാ. അപ്പോൾ അതിൻ്റെ സർവീസിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതിൽ മെൻഷൻ ചെയ്യേണ്ട ഒരു നമ്പർ. അപ്പോൾ നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോ അതോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.